അരുണിപ്പോൾ സേനാപതി വേണു ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ട്. അവരാകെയും കരുതുന്നത് കേരളത്തിൻ്റെ ആകെ പൊതുജനാരോഗ്യം, ആശുപത്രികളുടെ അഡ്മിനിസ്ട്രേഷൻ, ചികിത്സാ രീതികളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഒരു ഭാഗത്ത് പറഞ്ഞു. ഈ വിഷയത്തെ സമീപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കണ്ണൂരിൽ ഈ വിഷയത്തിൽ ആദ്യ പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, ആദ്യ പ്രതികരണം വരികയും ചെയ്തു ഈ വിഷയത്തെ. എന്നാൽ ഇതാകെ അനാരോഗ്യ വകുപ്പ് എന്ന നിലയിൽ ആരോഗ്യവകുപ്പിനെ ചിത്രീകരിക്കാൻ പ്രതിപക്ഷം വലിയ തോതിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാരോഗ്യ വകുപ്പ് എന്നാണ് അവർ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിനെയും ആ മന്ത്രിയെയും വിളിക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ സുഹൃത്ത് ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ചില പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. കണ്ണൂരിലെ DCC പ്രസിഡന്റ് ഒരു മാസം മുമ്പ് പറഞ്ഞ വാർത്ത നമ്മുടെ മുന്നിലുണ്ട്. എന്താണോ മനോരമയിൽ വരുന്നത് അതാണ് പ്രതിപക്ഷ നേതാവിന് അന്ന് പത്രസമ്മേളനം. അതുപോലെ എന്താണോ പ്രതിപക്ഷം പറയുന്നത് അതാണ് പിറ്റേ ദിവസം മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്ക് വാർത്ത. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോംപ്രമൈസ് ആണ്. എന്ത് പ്രതിപക്ഷം പറയുന്നു അത് മാധ്യമങ്ങളുടെ വാർത്ത, മാധ്യമത്തിൽ വരുന്നത് പ്രതിപക്ഷം വലിയ വാർത്തയായിട്ട് കൊണ്ടുവരും. അതുകൊണ്ട് ഇത്തരം ചർച്ചകളിൽ പത്രവാർത്ത ഇന്നതാണ് എന്ന് പറഞ്ഞ് ചർച്ചയിൽ പങ്കെടുക്കുകയല്ല വേണ്ടത്. ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും ഉത്തമം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഒരു മഹാപ്രളയം വരും, അതിനുശേഷം വരൾച്ച വരും, അതിനുശേഷം വീണ്ടും ഒരു വെള്ളപ്പൊക്കം വരും. അപ്പോൾ അങ്ങനെ സുവർണാവസരം കാത്തിരിക്കുകയാണ് ഇവര്. അപ്പോൾ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ വൻ സുവർണാവസരം എന്ന രൂപത്തിൽ അങ്ങ് നന്നായിട്ട് സന്തോഷിച്ച് അങ്ങ് ഇറങ്ങി തിരിച്ചതാണ് UDFന്റെ നേതാക്കന്മാർ. പക്ഷെ അന്ന് വൈകുന്നേരത്തെ മാധ്യമ ചർച്ചകളിലൂടെ തന്നെ ഇതേ ഡോക്ടർ തന്നെ തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പം അങ്ങ് അത് കോട്ട് ചെയ്തു. ഇവിടെ ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണ് ആങ്കർ ചോദിച്ചത് ഇവിടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഈ അരുൺകുമാർ പറഞ്ഞത് ശരിയാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ തന്നെ ഈ ഡോക്ടർ പറഞ്ഞു അത് പൂർണ്ണമായിട്ടും ശരിയാണ്. ഞാൻ അടക്കമുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എല്ലാം കഠിനാധ്വാനത്തിന്റെ ഫലമായി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് പൂർണ്ണമായും ശരിയാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം വളരെ ഡെഡിക്കേറ്റഡ് ആയി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ 2 ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്തായിരുന്നു 2015-16 കാലഘട്ടത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല, ഇപ്പോഴെന്താണ്, ഈ 9 വർഷം കൊണ്ടുണ്ടാക്കിയ നേട്ടം, ആ നേട്ടങ്ങൾ അതിനായി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഏതെങ്കിലും കൗണ്ടർ ചെയ്യാൻ പ്രതിപക്ഷ നേതാവിന് കഴിയുമോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഴിയോ? ചാനൽ ചർച്ചകളിൽ വരുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് കഴിയോ? അന്ന് 0 ആയിരുന്നത് ഇന്ന് ഇത്രയാണ് എന്നതാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓരോ മേഖലയിലും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, അവയവ മാറ്റ ശസ്ത്രക്രിയ വരെ ഏറ്റവും മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകളിൽ മാത്രം നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ 20ഓളം വരുന്ന കരൾമാറ്റൽ ശസ്ത്രക്രിയ വളരെ വിജയകരമായി പൂർത്തീകരിച്ചതും ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നതും എല്ലാ താലൂക്ക് ആശുപത്രികളിലും സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് 2025 ഡിസംബറോടെ ഈ നാട് മാറും എന്ന് പറയുന്നതുമെല്ലാം ലോകത്തെവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഇവിടെ കിട്ടിയ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസ് ചില മാധ്യമങ്ങളും മത്സരിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇവിടെ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും കഴിഞ്ഞ 3 വർഷമായി ആ നേട്ടം കേരളം ആവർത്തിക്കുകയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് പറഞ്ഞത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് പറഞ്ഞത്. 12 പേരെ എടുത്താൽ, ഈ കേരളത്തിന്റെ ജനസംഖ്യയിൽ 12 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. 30 ലക്ഷം പേർക്കാണ് സൗജന്യ ചികിത്സ. 7000 കോടി രൂപയാണ് കഴിഞ്ഞ നാളുകളിൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഇത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അംഗീകരിച്ച് നമ്മളെ ഡൽഹിക്ക് വിളിച്ച് അവാർഡ് നൽകുന്ന സാഹചര്യം നാം കാണുകയാണ്. സമാനതകളില്ലാത്ത മുന്നേറ്റം എല്ലാ ആരോഗ്യ മേഖലയിലും. ആർദ്രം പദ്ധതി നടപ്പാക്കി, ആർദ്രം പദ്ധതിയുടെ 2ാം ഘട്ടം നടപ്പാക്കി. ഇപ്പോൾ അതെല്ലാം വിട്ട് ഏറ്റവും നവീനമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിൽ ശസ്ത്രക്രിയ അടക്കം മറ്റ് ചികിത്സയടക്കം പോകുന്നു. മെഷീൻ ലേണിംഗ്, അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളുടെ സഹായത്തോടെ റോബോട്ടിക് സർജറി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ G-Getter എന്ന ചികിത്സ, അതുപോലെ ബ്ലഡ് ബാങ്ക് ട്രീസബിലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരൾമാറ്റ ശസ്ത്രക്രിയയുടെ കാര്യങ്ങൾ, അങ്ങനെ വൻ കുതിപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് പർവ്വതീകരിച്ച് കാണുകയാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞില്ലേ, ഈ ഡോക്ടർ ഹാരിസ് ആദ്യം അവരുടെ ഹോസ്പിറ്റൽ ഡയറക്ടർക്കും ഡെവലപ്മെന്റ് അതോറിറ്റിക്കും പരാതി കൊടുത്തു, നടന്നില്ല. അതിനുശേഷം മന്ത്രിയെ കണ്ടു, പരാതി കൊടുത്തു, മന്ത്രിയുടെ ഓഫീസിൽ കണ്ടു. ഒരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ പരാതി എന്നാണ് ഉണ്ടായത്? വെള്ളിയാഴ്ച 27-ാം തീയതി, ജൂൺ മാസം 27-ാം തീയതിയാണ് ഈ പരാതി. എന്താ, അന്ന് നിശ്ചയിച്ച 4 ഓപ്പറേഷനിൽ 3 എണ്ണം കഴിഞ്ഞു. യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഓപ്പറേഷൻ 3 എണ്ണം പൂർത്തീകരിച്ച് 4ാമത് ചെയ്യുന്നതിന് മുമ്പ് പ്രോബ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അതിൽ കേടുപാട് പറ്റി.
അപ്പോൾ അത് സംഭവിച്ചു. അത് അദ്ദേഹത്തിന് ഓപ്പറേഷൻ തുടരാൻ കഴിഞ്ഞില്ല. തന്റെ മകന്റെ പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഓപ്പറേഷനായി രോഗിയായിട്ട് തന്റെ മുന്നിലുള്ളത്. ആ വിഷമം കൊണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ അദ്ദേഹം നേരത്തെ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിരുന്നതല്ലോ? 67 ലക്ഷം രൂപയാണ് ഇതേ ഡിപ്പാർട്ട്മെന്റിന് ആ വർഷം അനുവദിച്ചത്, യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് തന്നെ അനുവദിച്ചത്. 2898 സർജറി കഴിഞ്ഞ ഒരു വർഷം ഇതേ ഡിപ്പാർട്ട്മെന്റിൽ നടന്നു എന്ന് അദ്ദേഹം അടക്കം സമ്മതിക്കുന്നു. 1327 സർജറിയാണ് ഈ 2025 ജനുവരി 1 മുതൽ മെയ് മാസം 31 വരെ ഇതേ ഡിപ്പാർട്ട്മെന്റിൽ നടന്നത്. ഈ മെയ് മാസത്തിൽ തന്നെ 312 സർജറി നടത്തി. ജൂൺ 1 മുതൽ 25 വരെ 242 സർജറികൾ നടത്തി. ഇത് പറഞ്ഞ ദിവസവും തലേ ദിവസവുമായിട്ട് 6 സർജറി നടത്തി. അപ്പൊ അത്തരം ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഉപകരണത്തിന് കേടുവന്ന പുതിയത് മേടിച്ചല്ലേ പറ്റൂ. കൃത്യമായി ആ ഉപകരണം ഇന്ന് ഹൈദരാബാദിൽ നിന്ന് എത്തി. ചൊവ്വാഴ്ച എത്തുമെന്ന് തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. അങ്ങനെ എത്തി. ഓപ്പറേഷൻ ഇന്ന് പുനരാരംഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ചാൽ അത് നമുക്ക് റീപ്ലേസ് ചെയ്തേ പറ്റൂ. അതിനുള്ള സംവിധാനം നമ്മുടെ ഗവൺമെന്റിനുണ്ട്. ആ ഒരു സാഹചര്യത്തെ എടുത്തുകൊണ്ട് പർവ്വതീകരിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖല അനാരോഗ്യ മേഖലയാണ് എന്ന് പ്രസ്താവന ഇറക്കി അതിനുവേണ്ടി വാദിക്കുന്നവർ ഒന്ന് ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കണം. ഓരോ മേഖലയിലും ഉണ്ടായിട്ടുള്ള നേട്ടം, മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക്, ഞാൻ അതിലേക്ക് വരാം. അരുൺ അത് വരാം.